Good morning. Morning all. കേൾക്കാവോ? ഞാൻ ഓഡിബിൾ ആണോ വിസിബിൾ ആണോ എല്ലാം ഒന്ന് പറയൂ. Yes ma'am. Audible ആണ് visible ആണ്. ഞാനിപ്പം ലാപ്ടോപ്പിൽ നിന്നാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് ഞാൻ സ്ക്രീൻ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ടോ, ഒന്ന് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറയണേ. ഞാൻ ഹോസ്റ്റ് ആക്കട്ടെ മാമിനെ. സ്ക്രീൻ ഷെയർ ചെയ്തോളൂ മാം. കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലോ, കാണുന്നില്ല. ഇല്ല. ആദ്യം ഇപ്പോഴും ഫയൽ മാമെ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടോ? ഉണ്ട്. എന്നിട്ട് അത് ഓപ്പൺ ചെയ്തിട്ട് പിന്നെ സൂം ഒന്ന് ഷെയർ ചെയ്താൽ വരുമല്ലോ. എന്നിട്ട് സ്ക്രീനിൽ ഏതാ വിൻഡോ ആണ് സ്ക്രീൻ 3 ഓപ്ഷൻ കാണിക്കുന്നില്ല. അപ്പൊ മാം ഇപ്പൊ കാണിക്കുന്നില്ല. ഇല്ല. സാധാരണ അങ്ങനെയാണ് വരേണ്ടത്. ജസ്റ്റ് ഇനി ഒന്നുകൂടി ഷെയർ ചെയ്ത് നോക്കി. അവിടെ എന്താണ് ഡിസ്പ്ലേ, നിങ്ങൾക്ക് എന്താണ് അവിടെ കാണിക്കുന്നത്? 3 ഓപ്ഷൻ ഇല്ലേ? വിൻഡോസ്, സ്ക്രീന് അങ്ങനെ പറഞ്ഞിട്ടുള്ള. ഇപ്പൊ കാണാൻ പറ്റുമോ? കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല, കാണുന്നില്ല. പ്രശ്നമില്ല, മാം ഓപ്പൺ ആക്കി വെച്ചോളൂ. PPT ഷെയർ ചെയ്താൽ പ്രശ്നമൊന്നുമില്ല. അത് ഒരു ടെൻഷൻ ആവണ്ട. ക്ലാസ് കേൾക്കാൻ എടുത്തോളൂ, പ്രശ്നമില്ല. പറ്റുന്നുണ്ടല്ലേ? കേൾക്കുന്നുണ്ട്, മാമിനെ കാണുന്നുണ്ട്. ഓക്കെ ആണ്. താങ്ക് യു. നമുക്ക് PPT ഒന്നും വേണ്ട. ശരി. ഓക്കെ, താങ്ക് യു. സോ ഗുഡ് മോർണിംഗ് എവ്രി വൺ. എൻ്റെ പേര് സിന്ധുജ. ഞാൻ ബാംഗ്ലൂരിലാണ്. ഞാൻ ടീച്ചിങ്ങിലായിരുന്നു. ടീച്ചിങ്ങിൽ വന്നതിൻ്റെ ശേഷമാണ് ഞാൻ കൗൺസിലിങ്ങിലോട്ട് പോകുന്നത്. ഇപ്പം കൗൺസിലറാണ്, ലൈഫ് കോച്ചാണ്. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ് ടീനേജേഴ്സ്, വൈ ദേ ആക്ട്, തിങ്ക് ആൻഡ് ഫീൽ ഡിഫറെൻ്റ്ലി എന്നുള്ള ടോപ്പിക്കാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുന്നത്. സോ താങ്ക് യു Wimble Academy for giving me a chance to take a session over here. Thank you so much. സോ നമ്മൾ ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരും ടീനേജ് എന്ന് പറയുന്ന ഒരു കാലഘട്ടം കടന്നു വന്നവരായിരിക്കും അല്ലേ? അതെ. ഇപ്പൊ ടീനേജ് അഡോളസൻസ് ഒരു മോസ്റ്റ് എക്സൈറ്റിംഗ് ഫേസ് ഓഫ് ഹ്യൂമൻ ലൈഫാണ്. ഇവിടെ ബെസ്റ്റ് ഡിസ്ക്രിപ്ഷൻ എന്താന്ന് വെച്ചാൽ പാർട്ട് ടൈം അഡൽട്ട് ആൻഡ് പാർട്ട് ടൈം ചൈൽഡ്. അവരാണ് ഡിസൈഡ് ചെയ്യുന്നത് വിച്ച് പാർട്ട് ടൈം ഇസ് വെൻ എന്നുള്ളത്. നമ്മൾ കുട്ടികളെ ബ്രിങ്ങിങ് അപ്പ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് റൂൾസ് നമ്മൾ മൈൻഡിൽ കൊണ്ടുവരുന്നത് എപ്പോഴും നല്ലതാണ്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ. സോ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതെല്ലാവർക്കും അറിയാലോ, നമ്മൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സോ വി ഓൾ നോ ദറ്റ് ഹൗ ടു കമ്മ്യൂണിക്കേറ്റ്. നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യുന്ന ഒരു മെസ്സേജിലൂടെ നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നതും ഒരു കമ്മ്യൂണിക്കേഷൻ തന്നെയാണ്. സോ ഇവിടെ ടീനേജേഴ്സിനെ നമ്മൾ എസ്പെഷ്യലി ടീനേജേഴ്സുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ലിസൺ എന്നായിരിക്കണം അതിന് സ്പെൽ ഔട്ട് ചെയ്യുന്നത്, LISTEN. കാരണം മോസ്റ്റ് ഓഫ് ദ എൽഡേഴ്സ് എപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്യുന്നത് എൻ്റെ കുട്ടി അന്ന് അങ്ങനെ ആയിരുന്നില്ല, ഇപ്പം നോക്കുമ്പോൾ അവനൊന്നും അല്ലെങ്കിൽ അവളൊന്നും എന്നെ ലിസൺ ചെയ്യുന്നില്ല, ഒരു കാര്യത്തിലും പണ്ടത്തെ രീതിയിലുള്ള ഒരു കുട്ടിയെ അല്ല, അവൻ ഒരുപാട് മാറി, അല്ലെങ്കിൽ അവളൊരുപാട് മാറി എന്നാണ് പറയുന്നത്. സോ അത് സത്യമാണ്.
കുട്ടികൾ നമ്മളെ ഈ ഒരു ടീനേജേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ അവർ ലിസൺ ചെയ്യില്ല. സോ അതിന് പകരം അവരെന്താ ചെയ്യുന്നത്? അവർ നമ്മളെ ഒബ്സർവ് ചെയ്യാണ്. നമ്മളെ അവർ റോൾ മോഡലിംഗ് ആണ് കൂടുതലായിട്ടും ചെയ്യുന്നത്. ലിസൺ ചെയ്യുന്നതിന് പകരം കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മളെ അവർ ഒബ്സർവ് ചെയ്യുന്നു. ചിൽഡ്രൻ ആർ ദ ബെസ്റ്റ് ഒബ്സർവേഴ്സ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? സോ എങ്ങനെയാണ് ഈ കുട്ടികൾ ഇതൊക്കെ പറഞ്ഞു? അപ്പം എങ്ങനെയാണ് ഈ കുട്ടികളെ നമ്മൾ ലിസൺ ചെയ്യുക? ടീനേജേഴ്സിനെ എങ്ങനെ നമ്മൾ ലിസൺ ചെയ്യണമെന്ന് വെച്ചാൽ അതിന് വേറെ ഒരു ഓപ്ഷനും ഇല്ല. ജസ്റ്റ് ലിസൺ ടു ദം. നമ്മൾ അവരെ നന്നായി ലിസൺ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഓപ്ഷൻ. ഇപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ, നിങ്ങളുടെ ആരുടെയെങ്കിലും ഒരു കുട്ടി സ്കൂളിൽ വിട്ടു വന്നു. ടീനേജേഴ്സ് എന്ന് പറയുന്ന കാലഘട്ടം എവിടെ നിന്ന് പോലെ എവിടെ നിന്ന് വരെയാണ്? ആരെങ്കിലും ഒന്ന് ഇന്ററാക്ട് ചെയ്യൂ. പതിമൂന്ന് മുതൽ 19. അതെ 12 മുതൽ സ്റ്റാർട്ട് ചെയ്യാം. അതെ. അപ്പോൾ അവർ സ്കൂളിൽ നിന്ന് കുട്ടി വരുവാണ്. വന്ന ഉടനെ സംതിങ് ഹി വാണ്ട്സ് ഓർ ഷീ വാണ്ട്സ് ടു ഷെയർ വിത്ത് ദിസ് മദർ ഓർ ഫാദർ ഹൂഎവർ ഇറ്റ് മേ ബി. സോ ആ സമയത്ത് കുട്ടി വന്ന ഉടനെ അമ്മ എന്തിലും ബിസിയാണെന്ന് വെച്ചോളൂ. കുട്ടി വന്ന് പറയാണ്, അമ്മ എനിക്ക് എന്തോ ഒരു കാര്യം പറയാനുണ്ട്. ഇന്ന് സ്കൂളിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നു. ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്താണ് ഇങ്ങനത്തെ ഒരു കാര്യം നടന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ അമ്മ വന്ന് പറയാണ് കുട്ടിയെടുത്ത്, നീ പോയി നിന്റെ ഷൂസ് ഒക്കെ മാറ്റി വെച്ചേ, നീ പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി വെക്കുക. അതിന് മുന്നേ ഇത് പറയാൻ വന്നിരിക്കുന്നത്. സ്കൂളിൽ എന്തൊക്കെയാണ് പഠിപ്പിച്ചത് അത് ഫസ്റ്റ് വന്ന് പറഞ്ഞേ. ആ സമയത്ത് കുട്ടി പറഞ്ഞു, സോ ഇറ്റ് ഈസ് സംതിങ് ഇമ്പോർട്ടൻറ്റ് ഫോർ മീ, പ്ലീസ് ലിസൺ ടു മീ. സോ അമ്മ അവിടെ അതിന് തയ്യാറായില്ല. നീ പോയിട്ട് വരൂ, എന്നിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ പറയാം. ഷൂസും അല്ലെങ്കിൽ യൂണിഫോംസും ബാഗ്സ് ഒക്കെ പ്രോപ്പറായിട്ടുള്ള പ്ലേസിൽ വെക്കാൻ പറഞ്ഞു. ആഫ്റ്റർ ദറ്റ് അതൊക്കെ ചെയ്തു വന്നതിൻ്റെ ശേഷം അമ്മ അത് ഷെയർ ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണ്. സോ ആ സമയത്ത് കുട്ടി പറയാണ്, എൻ്റെ ഫ്രണ്ട് ആര്യനാണ് ഇത് സംഭവിച്ചത്. അവൻ്റെ പാരന്റ് പുതിയ ഒരു ജോമെട്രി ബോക്സ് വാങ്ങിച്ചു കൊടുത്തു. അത് വേറൊരു കുട്ടി വന്നിട്ട് അത് പൊട്ടിച്ചു. സോ ഇറ്റ് വാസ് സോ കോസ്റ്റ്ലി. അവൻ ഇന്ന് വീട്ടിൽ പോയാൽ ഭയങ്കരമായിട്ട് വഴക്ക് കിട്ടും. അവൻ ഇന്ന് വളരെ വിഷമിച്ചിട്ടാണ് പോയിരിക്കുന്നതെന്ന് പറഞ്ഞു. സോ ഇവിടെ അപ്പം ഇത് അമ്മ കേൾക്കുവാണ്. ഈ കുട്ടി വളരെ ഡിസ്റ്റർബ്ഡ് ആണ്. അമ്മ പറയാം കുട്ടിയുടെ അടുത്ത്, ഇതാണോ വലിയ കാര്യം? ഞാൻ വിചാരിച്ചു നിന്റെ അടുത്താണ് എന്തോ വലിയതായിട്ട് സംഭവിച്ചിരിക്കുന്നതെന്ന്. നിന്റെ ജോമെട്രി ബോക്സ് ഒന്നും അല്ലല്ലോ, അവൻ്റെ ജോമെട്രി ബോക്സ് അല്ലേ. നീ നിന്റെ നാളത്തെ കാര്യങ്ങൾ പോയി ഹോംവർക്ക്സ് എന്താണുള്ളത് അത് പോയി ചെയ്യാൻ നോക്കൂന്ന് പറയുന്നു. സോ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ആ പാരന്റ് ആ കുട്ടിയുടെ ഇമോഷൻസിനെ ഡീൽ ചെയ്തില്ല. സോ ദിസ് ഇസ് നോട്ട് ദ വേ ടു കമ്മ്യൂണിക്കേറ്റ്. അതിന് പകരം ഈ ഒരു രീതിയിലല്ല റെസ്പോണ്ട് ചെയ്തിരുന്നെങ്കിൽ ആ കുട്ടിക്ക് കുറച്ചും കൂടെ അവൻ്റെ ഇമോഷൻസിനെ ഡീൽ ചെയ്തു എന്നൊരു തോന്നലുണ്ടാവുമായിരുന്നു. സോ എങ്ങനെയായിരിക്കണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? ഈ ഒരു സിറ്റുവേഷനിൽ അമ്മ പ്രതികരിച്ചിട്ടുണ്ടാവേണ്ടത്? ഒന്ന് കുട്ടിയെ അടുത്ത് കൊണ്ടുവന്ന് അവൻ്റെ അടുത്ത് ചോദിച്ചു, അത് നിനക്ക് വല്ലാതെ വിഷമമായല്ലേ, ഇപ്പം എന്താ അതിന് സിറ്റുവേഷൻ? അവനും നല്ല വിഷമമായി കാണുമല്ലോ, നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? അവനെ ഒന്ന് ഹഗ് ചെയ്ത് ഒന്ന് ചേർത്ത് പിടിച്ച് അവരുടെ അടുത്ത്, നിനക്കിപ്പോൾ എന്നെ ഒന്ന് ഫോൺ ചെയ്യണോ? നമുക്ക് കുറച്ച് കഴിഞ്ഞ് ആര്യനെ വിളിച്ച് ചോദിക്കാം, അവനെ നമുക്ക് ആശ്വസിപ്പിക്കാം, അങ്ങനെ ചെയ്താൽ മതിയോ? നിനക്ക് എന്ത് തോന്നുന്നു? ആ രീതിയിലാണ് ഈ കമ്മ്യൂണിക്കേഷൻ പോകുന്നതെങ്കിൽ ആ കുട്ടി ഇത്രയും ഇമോഷൻസ് ബോട്ടിൽഡ് അപ്പ് ആയിട്ട് ഇരിക്കില്ലായിരുന്നു. സോ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ അമ്മ ചെയ്തിരിക്കുന്നത്. സോ ഈ രീതിയിലായിരിക്കണം കുട്ടികളോടുള്ള കമ്മ്യൂണിക്കേഷൻ. അവരെ ലിസൺ ചെയ്ത് അവർക്കൊരു റീഅഷ്വറൻസ് കൊടുത്തിരിക്കുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം ഇവിടെ നടന്നിട്ടുണ്ടാവേണ്ടത്. നമ്മളെപ്പോഴും ഒരു റോൾ മോഡൽ ആവാൻ ശ്രമിക്കണം. ഇപ്പോഴത്തെ പാരൻസിൻ്റെ കംപ്ലയിൻസ് ആണ്
എൻ്റെ കുട്ടി എപ്പോഴും ഓൾവേസ് ഗാഡ്ജറ്റിൻ്റെ ഉള്ളിലാണ് കൂടുതൽ സമയവും സ്പെൻഡ് ചെയ്യുന്നത്. എപ്പോൾ നോക്കിയാലും മൊബൈൽ ഫോൺസ് ആണ്. അപ്പോൾ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതായിരിക്കും കുട്ടികൾ ചെയ്യുന്നത്. നമ്മളും ഒന്ന് നോക്കണം നമ്മൾ ഇതിലാണുള്ളത്. കാരണം അവർ നമ്മളെയാണ് ഒബ്സർവ് ചെയ്യുന്നത്. അവരെപ്പോഴും ലിസണിങ്ങിൻ്റെ കാര്യത്തിൽ അവർ ഭയങ്കര പുവറാണെങ്കിലും ഒബ്സർവേഷൻ്റെ കാര്യത്തിൽ അവർ മുന്നിലാണ്. നമ്മൾ വിചാരിക്കും കുട്ടി ടി വി കാണുവാണ്, ഇല്ലെങ്കിൽ നമ്മൾ നോക്കുന്നില്ല, ഒരു ശ്രദ്ധ മുഴുവൻ ടി വിയിലാണ് അല്ലെങ്കിൽ ഗെയിമിലാണെന്നായിരിക്കും. പക്ഷേ അവരെപ്പോഴും നമ്മൾ എൽഡേഴ്സിനെ ഒബ്സർവ് ചെയ്യുന്ന കാര്യത്തിൽ ദേ ആർ ദ ബെസ്റ്റ്. അതുപോലെ തന്നെ മിമിക്കിങ്, അതും കുട്ടികളെ തന്നെയാണ് ബെസ്റ്റ് ഇതിലുള്ളത്. അവർ മിമിക് ചെയ്യാൻ എക്സ്പേർട്സ് ആണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടികളെ മുന്നിൽ വെച്ച് ഗോസിപ്പ് ചെയ്യുന്നത്, എസ്പെഷ്യലി കണ്ടുവരുന്നത് ടീച്ചേഴ്സിനെ കുറ്റപ്പെടുത്തും. ഒരിക്കലും അത് ചെയ്യരുത്. സോ അവർക്ക് അവരോടുള്ള ഒരു റെസ്പെക്റ്റും അതുപോലെ തന്നെ ആ ഒരു കണക്ഷനും പിന്നെ ഉണ്ടാവില്ല. സോ ഡോണ്ട് ഡു ദാറ്റ്. കുട്ടികളെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, അവരുടെ ഫ്രണ്ട്സിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, ഈ ഒരു കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. നെവർ മേക്ക് കമ്മിറ്റ്മെൻറ്റ്സ് ഇഫ് യു കനോട്ട് ലീവ് അപ് ടു. നമുക്കിപ്പം ഒരു കുട്ടീൻ്റെ അടുത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഇത്ര പെർസെൻറ്റേജ് മാർക്സ് നീ ഈ പ്രാവശ്യത്തെ എക്സാമിൽ കിട്ടിയാൽ, ഫോർ എക്സാമ്പിൾ 90% മാർക്സ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും, ലേറ്റസ്റ്റ് ഐഫോൺ അല്ലെങ്കിൽ അവരുടെ ഗെയിമിങ്ങിൻ്റെ എന്തെങ്കിലും അതുപോലെയൊക്കെയാണല്ലോ ഗിഫ്റ്റ് ചെയ്യുന്നത്. അവരുടെ ഇഷ്ടപ്പെട്ടൊരു സാധനം തരാമെന്ന് പറഞ്ഞിട്ടായിരിക്കും കമ്മിറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നത്. ചിലപ്പം ആ പാരൻറ്റിന് ആ സമയത്ത് അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അങ്ങനെയുള്ള കമ്മിറ്റ്മെൻറ്റ്സിൽ കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ സിറ്റുവേഷൻ ഇപ്പം അത്ര പോരാ, കുട്ടി ഇപ്പം അച്ചീവ് ചെയ്തു, ഇപ്പം 90 അല്ല അതിന് 95% അച്ചീവ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. ആ സമയത്ത് അത് ആ പാരൻറ്റിന് അത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോമിസ് ചെയ്യരുത്. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. ആക്സെപ്റ്റ് യുവർ മിസ്റ്റേക്സ് ഇഫ് യു ഡു സംതിങ് റോങ്. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മളെപ്പോഴും വിചാരിക്കും കുട്ടികൾ തെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവർ സോറി പറയണം, അങ്ങനെയുള്ള ഒരു രീതിയിലായിരിക്കും. എന്തെങ്കിലും നീ അങ്ങനെ എൻ്റെ അടുത്ത് ക്ഷമ ചോദിച്ചോ, അന്ന് പറഞ്ഞ കാര്യം ശരിയാണോ എന്ന് ചോദിക്കുന്നതിന് പകരം നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മിസ്റ്റേക്സിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് അന്ന് അങ്ങനെ ചെയ്തു പോയി അതിന് നമ്മൾ സോറി പറയുന്നതും നല്ലതാണ്. കാരണം ഇതൊക്കെയാണ് അവർ നമ്മളെ റോൾ മോഡൽ ചെയ്യുന്നത്. നമ്മുടെ ആക്ഷൻസിന് നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം, നീ ചെയ്തത് ശരിയില്ല എന്ന് പറയുന്നത് പോലെ ഈ അമ്മ അല്ലെങ്കിൽ അച്ഛൻ ഇതുപോലെയാണോ, ഇതുപോലെ അന്ന് ചെയ്തു പോയി. കാരണം അധിക സമയം പാരൻറ്റ് ചില അവരോട് ദേഷ്യം വരുന്ന സമയത്ത് റെസ്പോൺസിന് പകരം റിയാക്ട് ചെയ്യുന്നതാണ്. കുറച്ച് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവർ തിങ്ക് ചെയ്യുന്നത് അയ്യോ ഇങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് തുറന്ന് പറയാനുള്ള ഒരു മടി അവർക്ക് കാണുമായിരിക്കും. പക്ഷേ അതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അന്ന് അങ്ങനെ ആ ഒരു ആക്ഷനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കുട്ടിയോട് അതിൻ്റെ ഒപ്പീനിയൻ ചോദിക്കാം. ആ സമയത്ത് കുട്ടി പറയും ചിലപ്പോൾ അന്ന് അമ്മ അങ്ങനെ പറഞ്ഞത് അത് ശരിയായില്ല. സോ നമ്മളെ മിസ്റ്റേക്സ് ആക്സെപ്റ്റ് ചെയ്ത് അത് കാണിച്ചു കൊടുക്കുമ്പോഴായിരിക്കും അതുപോലെ തന്നെ അവരും നമ്മളെടുത്ത് മിസ്റ്റേക്സ് വന്ന് പറയുന്നത്, ഇങ്ങനെ ചെയ്തു പോയി, ഐ എം സോറി ഫോർ ദാറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്. ഇഫ് പാരൻസ് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല എങ്കിൽ അവർ അത് കണ്ടാണല്ലോ പഠിക്കുന്നത്. സോ നമുക്ക് ഒരു റോൾ മോഡൽ ആവാൻ ശ്രമിക്കാം. പിന്നെ കമ്പാരിസൺ ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും കമ്പയർ ചെയ്യുന്നതാണെങ്കിൽ ആ കമ്പാരിസൺ അവരുടെ കോൺഫിഡൻസിനെയും അതിനെ ലോ സെൽഫ് വർത്തിലോട്ട് കൊണ്ടുപോകും. എപ്പോഴും സിബ്ലിംഗ് റൈവൽറി ഒക്കെ ഉണ്ടാവുന്നത് ഈ ഒരു കമ്പാരിസൺ വരുമ്പോഴാണ്. അപ്പം തന്നെ അടുത്ത കുട്ടിയുടെ മാർക്സ് എത്രയാണ്, അല്ലെങ്കിൽ
അങ്ങനെ പറയുന്നതിന് പകരം ലാസ്റ്റ് ടൈം കിട്ടിയ മാർക്സിൻ്റെ പോലെ തന്നെയാണല്ലോ, ലാസ്റ്റ് ടൈം ഒരു മാർക്കെങ്കിലും കൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടീനെ അവിടെ അപ്രിഷ്യേറ്റ് ചെയ്യുക. ലാസ്റ്റ് ടൈം ഓക്കെ എനിക്ക് ഇത്ര മാർക്സ് ആണല്ലോ കിട്ടിയത്, ഈ പ്രാവശ്യം നീ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, അതിന് പകരം മറ്റുള്ള കുട്ടിക്ക് ഇത്ര മാർക്സ് വാങ്ങിച്ചിട്ടുണ്ട്, നിനക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ, ആ ഒരു രീതിയിൽ. ഇല്ലെങ്കിൽ അവൻ്റെ ബിഹേവിയർ നോക്കൂ, നിന്റെ സിസ്റ്ററിൻ്റെ ബിഹേവിയർ നോക്കൂ, അതുപോലെ അല്ലല്ലോ. ഈവൻ വിത്ത് നമ്മുടെ പല ആൾക്കാരും വന്ന് പറയുന്നുണ്ട്, ഐ മീൻ കുട്ടികൾ വരുന്ന സമയത്ത് അവർ പറയാം, എൻ്റെ അമ്മൂമ്മ പോലും കമ്പയർ ചെയ്യുന്നു, എൻ്റെ അമ്മയായിട്ട് കമ്പയർ ചെയ്യുന്നു എന്ന് പറയും. നിൻ്റെ അമ്മ ചെറുപ്പത്തിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, നല്ലതുപോലെ പഠിക്കുമായിരുന്നു, എല്ലാറ്റിലും ടാലൻറ്റഡ് ആയിരുന്നു. എല്ലാവരും യുണീക്കാണ്. നമ്മളുടെ കുട്ടിക്കും യുണീക്ക് ടാലൻസും ചാലഞ്ചും ഉണ്ട് എന്ന കാര്യം. അതുകൊണ്ട് തന്നെ അവർക്കത് മനസ്സിലാക്കി കൊടുക്കുക. അവരുടെ എന്താണോ പോസിറ്റീവ് സൈഡ്സ്, ആ കാര്യങ്ങൾ അവർക്ക് അപ്രിഷ്യേറ്റ് ചെയ്ത്, എവിടെയൊക്കെ ചാൻസ് കിട്ടുന്നുണ്ടോ അവിടെയൊക്കെ കുട്ടിയെ അപ്രിഷ്യേറ്റ് ചെയ്ത് കൊണ്ടുപോവുക. കമ്പയറിങ് ദം വിത്ത് അവരുടെ സിബ്ലിങ്സ് ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ഈവൻ വിത്ത് നമ്മുടെ പാസ്റ്റ് സെൽഫ് ആയിട്ടോ കമ്പയർ ചെയ്യുന്നത് അവരുടെ സെൽഫ് വർത്തിനെ കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നതാണ്. പിന്നെ എല്ലാവരും പറയും ഇപ്പം പണിഷ്മെന്റ്സ് വേണ്ട. എന്താ നിങ്ങളുടെ അഭിപ്രായം? പണിഷ്മെന്റ്സ് വേണോ കുട്ടികൾക്ക്? ആവശ്യത്തിന് കൊടുക്കാലോ. അതെ, നല്ല പണിഷ്മെന്റ് ആണെങ്കിൽ കുഴപ്പമില്ല. ആവശ്യത്തിന് നല്ല മേട്ടം കൊടുക്കണം, എന്നാലേ നന്നാവും. പണിഷ്മെന്റ്സ് ആർ ആ പണിഷ്മെന്റ്സ് എന്ന് പറയും. ഒരു പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ എന്തിനാ കൊടുത്തേന്ന് ആ കുട്ടിക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. ചുമ്മാ പിടിച്ചടിച്ചു അല്ലെ ചുമ്മാ വഴക്ക് പറഞ്ഞു, അപ്പൊ അവര് ചിന്തിക്കുന്ന എന്നെ വെറുതെ അടിച്ചു, വെറുതെ അത് ഇരുന്നപ്പോ അടിച്ചു. അതിനുള്ള വ്യക്തമായ ഒരു ധാരണ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷമേ, അല്ലെ പണിഷ് ചെയ്യുന്നതിന് മുമ്പോ അത് പറഞ്ഞു കൊടുക്കണം, ഞാൻ ഇതിനാണ് നിന്നെ അടിച്ചത് അല്ലെ വഴക്ക് പറഞ്ഞത് എന്നൊരു ബോധ്യം ഉണ്ടെങ്കിലേ അതിന് കറക്റ്റ് ആയിട്ടുള്ള മെസ്സേജ് കിട്ടത്തുള്ളൂ. അത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ പണിഷ്മെന്റ് ലെവല് നമ്മളെ സിറ്റുവേഷൻ അനുസരിച്ചാണ്. ഓരോ എത്രമാത്രം തീവ്രതയാണ് അവർ ചെയ്ത കാര്യങ്ങൾക്ക് എന്ന് അനുസരിച്ച് വേണം മനസ്സിലാക്കി കൊടുക്കുക എന്നാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അല്ലെങ്കിൽ അവർ എന്നെ അടിച്ചു അല്ലെ വഴക്ക് പറഞ്ഞു അത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അവരുടെ തെറ്റൊരിക്കലും അവർ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. ഹലോ 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 കേൾക്കാൻ പറ്റുമോ? ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ട് സർ. ഗുഡ് മോർണിംഗ് മാഡം. ഈ പണിഷ്മെന്റ് എന്നതിനെ സംബന്ധിച്ച് എനിക്കൊരു വിശദമായ വേറൊരു അഭിപ്രായമാണ് ഉള്ളത്. കാരണം പണിഷ്മെന്റ് എന്ന് പറയുന്നത് തല്ല് മാത്രമാവുന്ന രീതിയിൽ, അതായത് ഫിസിക്കൽ അസോൾട്ട് അല്ലെങ്കിൽ ഫിസിക്കലായുള്ള ഇൻവോൾവ്മെന്റ് മാത്രമല്ല പണിഷ്മെന്റ് എന്ന് പറയുന്നത്. ആ സെൻസിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിഷ്മെന്റ് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണിഷ്മെന്റ് വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാർ നമുക്ക് ഡിസ്കഷൻ ലാസ്റ്റിലേക്ക് ആക്കാം. മാം ക്ലാസ് എടുത്തോട്ടെ. അല്ല, ഞാൻ ചോദിച്ചോണ്ട് പറഞ്ഞതാ. ഓക്കെ പറഞ്ഞതല്ല, നമുക്ക് അതൊരു ബുദ്ധിമുട്ടാക്കണ്ട. നമ്മള് താങ്ക് യു സർ, താങ്ക് യു. കറക്റ്റ് ആണ് പറഞ്ഞത്. പണിഷ്മെന്റ്സ് വേണം. അതുപോലെ തന്നെ പണിഷ്മെന്റ് നെസസറി ആണ്. സോ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ സാറ് പറഞ്ഞതുപോലെ ഹൗ യു പണിഷ് എന്നുള്ളതാണ്. നമ്മൾ എങ്ങനെ പണിഷ് ചെയ്യുന്നു എന്നുള്ളതാണ്. പണിഷ് ദ ആക്ഷൻ നോട്ട് ദ ചൈൽഡ് എന്നാണ്. സോ ആ ആക്ഷനെയാണ് നമ്മൾ പണിഷ് ചെയ്യേണ്ടത്. അല്ലാതെ വളരെ അബ്യൂസീവായിട്ടുള്ള വേർഡ്സ് ഉപയോഗിച്ചിട്ടോ കുട്ടിയെ ആ സമയത്ത് നമ്മൾ പറയുകയായിരിക്കും, പക്ഷെ അത് വളരെയധികം ആ കുട്ടിക്ക് ഹേർട്ട് ആവുന്നുണ്ട്. അതിനുശേഷവും കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ആക്ഷനെയാണ് നീ ചെയ്ത ആ ഒരു തെറ്റ്, നീ എന്താണോ ചെയ്ത ആ ആക്ഷനെയാണ് അമ്മ അല്ലെങ്കിൽ അച്ഛൻ പണിഷ് ചെയ്തിരിക്കുന്നത് ഇവിടെ. അല്ലാതെ നീ എന്നും എൻ്റെ മോൻ തന്നെയാണ്, എൻ്റെ മോള് തന്നെയാണ്. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ ഹഗ് ഹിം ഓർ ഹഗ് ഹർ. അത് നമുക്ക് ചെയ്യാം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് കുട്ടിക്ക് ആ ഒരു സിറ്റുവേഷനെ ഒന്ന് എന്താണോ ഉണ്ടായിരിക്കുന്നത് അതിനൊന്ന് റിയലൈസ് ചെയ്യാനും അതിനുശേഷം അത് പറഞ്ഞു കൊടുക്കാം. എന്താണോ ആ ആക്ഷൻ അതിനാണ്. സോ പണിഷ് ദ ആക്ഷൻ നോട്ട് ദ ചൈൽഡ്. ആൻഡ് പണിഷ്മെന്റ് എങ്ങനെയായിരിക്കണം? ഇറ്റ് ഷുഡ് ബി ഇമ്മീഡിയറ്റ്. അപ്പം തന്നെ ആയിരിക്കണം. കുട്ടികൾ എന്താന്ന് വെച്ചാൽ അവർ ചെയ്ത കാര്യം അവർ പെട്ടെന്ന് മറന്നു പോകും. അവരത് ഓർത്തുകൊണ്ട് നിൽക്കുന്നില്ല നമ്മളെ പോലെ. അവരിപ്പോൾ സ്കൂളിൽ പോകുന്ന സമയം നീ തിരിച്ചു വന്നിട്ട് ഞാൻ തരാം കേട്ടോ,
ഇല്ലെങ്കിൽ അന്ന് നീ ചെയ്തതിന് അതല്ല, അന്ന് ഞാനത് വിട്ടുപോയി, ഇപ്പോഴാണ് അതിൻ്റെ പണിഷ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. ആ സമയത്ത് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ സർ പറഞ്ഞതുപോലെ പണിഷ്മെന്റ് ഷുഡ് ബി പ്രൊപ്പോർഷനേറ്റ് ടു ദ ആക്ഷൻ. ആ ആക്ഷൻ എന്താണോ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു പണിഷ്മെന്റ് ആണ് കൊടുക്കേണ്ടത്. അതായത് ചെറിയ തെറ്റിന് പോയി ഒരു ചെറിയ കുട്ടിയെ അടിക്കുക, അങ്ങനെയല്ല. ചെറിയ തെറ്റിന് ചെറിയ പണിഷ്മെന്റ്, അത് വലിയ തെറ്റിന് പോയി ചെറിയ ഒരു പണിഷ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും? അതിന് ഇത്രേ കിട്ടുന്നുള്ളൂ, അപ്പൊ പിന്നെ ഇറ്റ്സ് ഓക്കെ എന്നുള്ള ഒരു ഇതിൽ വരും. സോ പണിഷ്മെന്റ്സ് എപ്പോഴും നല്ലത് തന്നെയാണ്. അത് എങ്ങനെയാണെന്നുള്ളത് നമ്മളാണ് തീരുമാനിച്ച് ചെയ്യേണ്ടത്. കൺസിസ്റ്റൻസി, ഇതിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം തന്നെയാണ് കൺസിസ്റ്റൻസി. റൂൾസ് ഉണ്ടാക്കും. സോ ഇപ്പോൾ പാരൻസ് തന്നെയാണ്, നമ്മളിപ്പോൾ എന്തെങ്കിലും റൂൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത് കാണുന്നില്ല. സോ അവരുടെ കൺവീനിയൻസിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അത് കുട്ടിക്ക് ആ ഒരു റൂൾ എന്തിനാ വെച്ചതെന്ന് പോലും മനസ്സിലാക്കാനുള്ള ഒരു കൺഫ്യൂഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ സെയിം റൂൾസ് ആയിരിക്കണം. ഡു നോട്ട് കീപ്പ് ഓൺ ചേഞ്ചിങ്. അതായത് ഇത്ര സമയത്ത് കളിച്ചിട്ട് വരണം, ഈ ഒരു സമയം സ്റ്റഡി ടൈം ആണ്, ആ സമയത്ത് വേറെ ആരും നമ്മൾ ഫോണിൽ കുട്ടികൾ ഭയങ്കര ഒബ്സർവേഷൻ ഭയങ്കരമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അവർ നമ്മളെ കീപ്പ് ഓൺ വാച്ച് ചെയ്യുന്നുണ്ട്. അമ്മ ഇപ്പോൾ അല്ലെങ്കിൽ അച്ഛൻ ഇപ്പോൾ എന്തോ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എന്തോ മീറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഇങ്ങനെയാണ്, ആ സമയത്ത് എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചെയ്യാം, അവര് ഇപ്പൊ എന്നെ ശ്രദ്ധിക്കുന്നില്ല. സെയിം റൂൾസ് ആയിരിക്കണം ചെയ്യുന്നത്. അത് നമ്മളും കൂടെ അത് നോക്കണം. മേക്ക് ദ റൂൾസ് ബിഫോർ ദ ക്രൈസിസ് ഓർ ദ ആർഗ്യുമെന്റ്സ് ടേക്സ് പ്ലേസ്. എന്തെങ്കിലും ഒരു കാര്യം ഉള്ള സമയത്താണ് എന്തെങ്കിലും ഹാപ്പൻ ആയി, ഒരു സംഭവം ഉണ്ടായി, അതിനുശേഷം പോയി റൂൾസ് വെക്കുന്നതിന് മുന്നേ തന്നെ ഇപ്പം 10 മണിക്ക് ശേഷം ഗാഡ്ജറ്റ് യൂസ് ചെയ്യരുത്. അതെങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഹെൽത്തിന് എങ്ങനെയാണ്, നമ്മുടെ കണ്ണുകൾക്ക് രാത്രി അത് ഇരുട്ടത്ത് നോക്കിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളും നിന്റെ മെമ്മറി പവറിന് അതെങ്ങനെ ഇതാവുന്നുണ്ട്, ലേറ്റ് നൈറ്റ് സ്ലീപ്പ് ഒക്കെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അല്ലാതെ ഒരു ദിവസം പെട്ടെന്ന് പോയി ഗാഡ്ജറ്റൊക്കെ എടുത്തു വെച്ചു പിന്നെ കൊടുക്കുന്നില്ല. കാരണം ഇപ്പൊ മോസ്റ്റ് ഓഫ് ദ കുട്ടികൾക്കും അവരുടെ സ്കൂളിൽ നിന്ന് മെസ്സേജസും കാര്യങ്ങളും വരുന്നത് പോലും വാട്സാപ്പ് ത്രൂ ആണ്. എല്ലാ കാര്യങ്ങളും മെസ്സേജ് എന്ന് മാത്രമല്ല അവരുടെ നോട്ട്സ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. അതിനൊരു ടൈമിംഗ് കൊടുക്കുക. ഇതിന് ശേഷം ഞാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഗാഡ്ജറ്റ് എടുത്തു വെക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്തൊരു റൂള് വെക്കുമ്പോഴും കുട്ടിയുടെ അഭിപ്രായം കൂടെ ചോദിക്കുന്നത് നല്ലതാണ്. ഇപ്പം റൂൾസ് ആർഗ്യുമെന്റ്സിന് മുന്നേ വെക്കുക എന്നുള്ളത്, എന്തെങ്കിലും ഒരു ക്രൈസിസ് ഉണ്ടാവുന്നതിന് മുന്നേ വെക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ എന്തിനാണ് ഈ റൂള് വെച്ചിരിക്കുന്നത് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ആ ഒരു കാര്യത്തിൽ കുട്ടിയുടെ ഒപ്പീനിയൻ ചോദിക്കുന്നത്. സപ്പോസ് ഇപ്പം എക്സാം ടൈം വരാൻ പോവാണ്, നിങ്ങളിപ്പം കുട്ടി എന്നും കളിക്കാൻ പോകുന്ന കുട്ടിയായിരിക്കും. ഇപ്പം ഇനി മുതൽ ഇപ്പം ഫൈനൽ എക്സാംസ് ഒക്കെ വരുവാണെങ്കിൽ അതിന് മുന്നേ കുറച്ച് ദിവസം നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്താലോ, നീ 5 മണിക്ക് പോയിട്ട് വരുന്നു, ഇതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. പക്ഷേ അതുപോലെ തന്നെ ഫൈനൽ എക്സാംസ് ആണ്, സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യേണ്ട ടൈമാണ്. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുന്നു, നീ ഒരു 5 മണിക്ക് പോയി ഒരു 6 മണി വരെയോ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സ് ഒക്കെ കളിച്ച് നിന്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ എൻജോയ് ചെയ്ത് വന്നതിൻ്റെ ശേഷം പിന്നെ അങ്ങോട്ട് പഠിക്കാൻ ഇരിക്കുക. അങ്ങനെ ഒരു റൂള് വെച്ചാൽ എന്താണ് മോൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ മോളുടെ അഭിപ്രായം? വി ക്യാൻ ആസ്ക് ലൈക്ക് ദാറ്റ്. അപ്പം നമ്മൾ കുട്ടിക്ക് കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നുള്ള രീതിയിലുള്ള ഒരു അത് എനിക്കും കൂടെ ആ ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ അവർ ഉണ്ടാവുന്നതായിരിക്കും. ബിൽഡിംഗ് റെസ്പെക്റ്റ് ആൻഡ് ട്രസ്റ്റ്. ടീനേജേഴ്സിന് എപ്പോഴും എല്ലാവർക്കും തന്നെ അവരും ഒരു ഇൻഡിവിജ്വൽ ആണ്, അവരെയും നമ്മൾ കൺസിഡർ ചെയ്യണം എന്നുള്ള കാര്യമുണ്ട്. അതുപോലെ നമ്മൾക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുമ്പോഴാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത് നമുക്ക് റെസ്പെക്റ്റും ട്രസ്റ്റും നമുക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ അവർക്കും സെയിം റൂൾസ് ആണ്. അതുപോലെ അഡോളസെൻസിന് എസ്പെഷ്യലി അവർക്ക് അവരുടെ
ഫീലിങ്സ് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതും റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതും അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില റൂൾസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവർക്ക് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ടും അവരുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ടും ചെയ്യുന്ന സമയത്തും നമുക്ക് അവർക്കും ആ ഒരു ഇത് തന്നെ കിട്ടും. ഓക്കെ, എന്നെയും അവർ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, എന്നെയും ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പം കുട്ടി ഇതിന് മുന്നേ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ കാര്യം തന്നെ റിപ്പീറ്റഡ്ലി ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും പിന്നെ ഇനി എന്നിലുള്ള ട്രസ്റ്റ് പോയി എന്ത് പറഞ്ഞാലും അതുപോലെ തന്നെ വരുന്ന ഒരു കേസസ് ആണ് സ്കൂൾസിൽ. മാം എന്ത് പറഞ്ഞാലും കുട്ടികൾ എൻ്റെ പാരൻസ് എന്നെ ട്രസ്റ്റ് ഒരു ചെറിയൊരു കാര്യത്തിന് പോലും ട്രസ്റ്റ് ചെയ്യുന്നില്ല. മേ ബി നിങ്ങളെ ചില സമയത്ത് ഡിസപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാവും കുട്ടികൾ. പക്ഷേ എന്ത് തന്നെ ആയാലും വീണ്ടും നമ്മൾ അവരെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന കാര്യം അവർക്ക് കൊടുക്കുന്നത് കുറച്ചും കൂടെ നമ്മളുമായിട്ടുള്ളൊരു കണക്ഷൻ ഉണ്ടാക്കാൻ നല്ലതാണ്. എപ്പോഴും ഒരു സ്പൈ വർക്ക് ചെയ്യുന്നതൊന്നും അവർക്ക് ഇഷ്ടമല്ല. ട്രസ്റ്റ് തന്നെയാണ്. ട്രസ്റ്റ് കൊടുത്താൽ നമുക്ക് ട്രസ്റ്റ് ഏൺ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ എന്തേലും രീതിയിൽ മുന്നേ വിഷമിപ്പിച്ചിട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ട്സിൻ്റെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ ഷെയിമിങ് ചെയ്യുന്ന കാര്യങ്ങൾ അതൊന്നും കുട്ടികൾക്ക് ഇഷ്ടമല്ല. അവർ ആ ഒരു സ്റ്റേജിലാവുന്ന സമയത്ത് തന്നെ അവർക്ക് അതൊക്കെ ഒരു ഷെയിമിങ് തന്നെയാണ്. അവരുടെ റെസ്പെക്റ്റ് അവിടെ പോകുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള പെരുമാറ്റവും പാരൻസിൻ്റെ അടുത്ത് നിന്ന് ഉണ്ടാവാതിരിക്കുക. ട്രസ്റ്റ് അഗെയിൻ ഈവൻ ഇഫ് ബ്രോക്കൺ വൺസ്. പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് കുട്ടികളോട് എസ്പെഷ്യലി ടീനേജേഴ്സിൻ്റെ അടുത്ത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, എങ്ങനെയായിരിക്കണം ക്വസ്റ്റ്യൻസ്. സോ ഇവരുടെ അടുത്ത് നമ്മൾ പറയുന്ന സമയത്ത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, ക്ലോസ് എൻഡഡ്, രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ്, ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ്. ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസിൽ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ യെസ് ഓർ നോ ആ രീതിയിലായിരിക്കും. ഒന്നുകിൽ യെസ് അല്ലെങ്കിൽ നോ, അത് അവിടെ സ്റ്റോപ്പ് ആവും. അപ്പം എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കണക്ഷൻ അവിടെ നമുക്ക് കിട്ടണമെന്നില്ല. സോ പിന്നെ അവരെ ഒരു അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനിങ് ആവരുത്, അതും അവർക്ക് ഇഷ്ടമല്ല. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ കുട്ടികൾ അധികം ഇവിടെ ഇപ്പം ടീനേജേഴ്സ് ഇപ്പം 19 കോളേജിലൊക്കെ ഉള്ളതാണ്. ഇവിടുത്തെ ഒരു ഇതിലൊക്കെ വരുമ്പം അവർ പബ്ബിൽ പോവുക, എൻജോയ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവർ ഏത് കമ്പനിയിലാണ്, കുട്ടികളുടെ ഏത് രീതിയിലുള്ള ഒരു ഇതിലാണെന്ന് വെച്ചാൽ നമുക്കറിയാൻ വേണ്ടി, ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പം കുട്ടിയുടെ പേര് ഇപ്പോൾ ഒരു ആര്യൻ എന്ന് വെക്കാം. നിൻ്റെ ഫ്രണ്ട് ആര്യൻ എന്തെങ്കിലും ഇപ്പം സ്മോക്ക് ചെയ്യോ അല്ലെങ്കിൽ ഡ്രിങ്ക്സ് ഒക്കെ എങ്ങനെ ഡ്രിങ്ക് ചെയ്യോ, അതിന് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ എന്തെന്ന് വെച്ചാൽ ഒന്നുകിൽ അവൻ യെസ് എന്ന് പറയും, ഇല്ലെങ്കിൽ നോ എന്ന് പറയും. അതേസമയം നമ്മൾ ഇതുപോലെ ചോദിക്കുകയാണെങ്കിൽ മോൻ്റെ അഭിപ്രായം എന്താണ്, ഈ ടീനേജേഴ്സിൻ്റെ ഇതിലിപ്പം അമ്മ അല്ലെങ്കിൽ നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ അവർ സ്മോക്കിങ്ങും ഡ്രിങ്കിങ്ങും അങ്ങനെയൊക്കെ ഉണ്ട്, അതിനെപ്പറ്റിയൊക്കെ പറയുമ്പോൾ എന്താണ് അഭിപ്രായം. ചിലപ്പോൾ കുട്ടി അവിടെ അങ്ങനെ ചോദിച്ചത് കാരണം ഇതുപോലെ പറയാതിരിക്കാം, ഇന്നിപ്പം അങ്ങനെയൊക്കെ ചെയ്യാത്ത ആരാ ഉള്ളത്, കോളേജിലുള്ള അധിക പിള്ളേരും ഇപ്പം ഏതെങ്കിലും പാർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനൊക്കെ പോവും, അതെൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും അതൊക്കെ ഉണ്ട്. അല്ലാതെ ചിലപ്പം ഇങ്ങനെയുള്ള ഒരു ആൻസറും കിട്ടാം, അത് നമുക്കത്ര നല്ലതല്ല, എനിക്കതൊന്നും ഇഷ്ടമല്ല, അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്, ഐ ഡോണ്ട് വാണ്ട് ടു ബി ഇൻ ദാറ്റ് കമ്പനി, അങ്ങനെയുള്ള ഒരു ആൻസറും കിട്ടാം. അപ്പം നമുക്ക് ആ സമയത്ത് ഇങ്ങനെ കിട്ടുന്ന സമയത്ത് ഈ സമയത്ത് ഒരു പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കാനും കുറച്ചും കൂടി ഇതിനെപ്പറ്റി മനസ്സിലാക്കി കൊടുക്കാനും പാരൻസിന് പറ്റും. അവിടെയാണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴാണ് കുട്ടികൾക്ക് അവരെ എപ്പോഴും കൺട്രോൾ ചെയ്യുന്നതിന് പകരം കണക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ ടീനേജേഴ്സിൻ്റെ ഇതിൽ നമുക്ക് ഒരു ടാബു ടോപ്പിക്സും ഉണ്ടാവേണ്ട.
അങ്ങനെ എന്തെങ്കിലും ടാബു ടോപ്പിക്സ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ഫ്രീ ഫ്ലോയിൽ പോവില്ല. ഇപ്പം ഓൾറെഡി സിലബസിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. സോ ഓപ്പൺ ആയിട്ട് അവരുടെ അടുത്ത് എല്ലാ ഇപ്പം റിലേഷൻഷിപ്സ് ആൻഡ് ഡേറ്റിംഗ് അതധികവും കാണുന്നുണ്ട്. അതൊക്കെ ഹാപ്പൺ ആവുന്ന ഒരു സ്റ്റേജാണ്. പിന്നെ പ്യൂബർട്ടി ആൻഡ് ബോഡി ചേഞ്ചസ് അതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. സെക്സ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു സമയമാണിത്. ഈ ഒരു ഏജിലാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. നമുക്ക് ആ ഒരു ഫ്രീഡം, ആ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. അവർ എന്തെങ്കിലും അവർക്ക് പറയാനുണ്ടാവും, ആ സമയത്ത് ജഡ്ജ്മെന്റൽ ആവാതെ അവരെ കേൾക്കുക. ജഡ്ജ്മെന്റൽ ആവുമ്പോഴും എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ നമ്മളടുത്ത് ഓപ്പൺ അപ്പ് ആവാൻ ബുദ്ധിമുട്ടായിരിക്കും. എന്തെങ്കിലും കാര്യങ്ങൾ സ്കൂളിൽ ഇതുപോലത്തെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും, ആ കുട്ടി വന്ന് അമ്മയുടെ അടുത്ത് അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് ഷെയർ ചെയ്യാൻ നോക്കുന്ന സമയത്ത് നിന്റെ ഭാഗത്തും തെറ്റുണ്ട്, നീ എന്തിനാണ് അങ്ങനെ ചെയ്തത്, അതിനൊക്കെ പറയുന്നതിന് പകരം അതെങ്ങനെയാണ് എന്താണ് ആ വന്ന് പറയാനുള്ള ആ സ്പേസ് അവർക്ക് അവിടെ കൊടുക്കാനും അവരെ കേൾക്കാനും നമ്മൾ തയ്യാറാവുന്ന സമയത്ത് ആണ് കുട്ടികൾ നമ്മളടുത്ത് ഓപ്പൺ അപ്പ് ആവുന്നത്. ഇല്ലെങ്കിൽ ഇന്നിപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് കുട്ടികൾക്ക് ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ പറഞ്ഞു കൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ അവർ ഇൻ്റർനെറ്റ് ത്രൂവോ അല്ലെങ്കിൽ അവരെ മിസ്ഗൈഡ് ചെയ്യുന്ന രീതിയിലുള്ള കമ്പനീസും ഉണ്ടാവാം സ്കൂളിൽ, ആ രീതിയിലേക്ക് പോവും. എത്ര വരെ വേണം ഇപ്പോൾ ഒരു കാര്യം കുട്ടി ചോദിക്കുവാണെങ്കിൽ ആ കംപ്ലീറ്റ് അതിൻ്റെ കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞു കൊടുക്കണമെന്നില്ല. അവർക്ക് കുറച്ച് കാര്യങ്ങളെ വേണ്ടി വരുള്ളൂ. അവർക്ക് അവരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യണം, അത്രേ വേണ്ടൂ. അവിടെ നമ്മൾ അത് പറഞ്ഞു കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അവർ വേറൊരു സ്ഥലത്ത് പോയി അത് സീക്കേണ്ട കാര്യം ഉണ്ടാവുന്നില്ല. ഇവിടെ തന്നെ എനിക്കെല്ലാം പറയാനുള്ള ഒരു സ്പേസ് എനിക്കിവിടെ എൻ്റെ വീട്ടിൽ തന്നെ കിട്ടുന്നുണ്ട്. വൈ ഷുഡ് ഐ ഗോ, വൈ ഷുഡ് ഐ സെർച്ച് ഇൻ അബൌട്ട് ദിസ്, അത്രേ അവർക്ക് വേണ്ടി വരും. പറഞ്ഞു കൊടുത്തില്ലെങ്കിലാണ് അവർ വേറെ സൈറ്റ് കാര്യങ്ങളിലൊക്കെ പോയി അവർ മിസ്ലീഡായി പോകുന്നത്. ഞാനിവിടെ ഖലീൽ ജിബ്രാൻ്റെ ഒരു പ്രോഫിറ്റ് എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ലൈൻസ് ഫേമസ് ആയിട്ടുള്ള ഓൺ ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്ന് കോട്ട് ചെയ്തിട്ടുണ്ട്. യുവർ ചിൽഡ്രൻ ആർ നോട്ട് യുവർ ചിൽഡ്രൻ, ദേ കം ത്രൂ യു ബട്ട് നോട്ട് ഫ്രം യു. And though they are with you, yet they belong not to you. You may give them your love, but not your thoughts, for they have their own thoughts. നമ്മളെ കുട്ടികൾ നമ്മുടെ സ്വന്തം, നമ്മളത് എന്നല്ല, നമ്മളിലൂടെ അവർ വന്നു എന്നേ ഉള്ളൂ. ബട്ട് അവർ നമ്മളല്ല. അല്ലെങ്കിൽ അവരെന്താണ്, അവർക്ക് അവരുടേതായ തോട്ട്സ് ഉണ്ട്. അവർ നമ്മളുടെ ഒരു ധർമ്മം എന്താന്ന് വെച്ചാൽ, ഒരു പൂന്തോട്ടക്കാരൻ എങ്ങനെയാണോ ഒരു ഗാർഡൻ ആ പ്ലാന്റ്സിനെയൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നത് അതിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ ഒരു ഫാമർ എങ്ങനെയാണോ ഇതിനെ നോക്കുന്നത്, അതുപോലെ ആ സമയം അതിനെന്താണോ വേണ്ടത് അത് കൊടുക്കുക. അതിന് വേണ്ട മാന്യൂറും എങ്ങനെയെല്ലാം നല്ല ഫ്ലവേഴ്സ് ഉണ്ടാവണം എന്നുള്ളതൊക്കെ നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് കൊടുക്കാതെ ഏതൊക്കെ സമയത്ത് വേണം അങ്ങനെ ആ രീതിയിൽ കൊടുത്ത്, ഒരു പൂന്തോട്ടക്കാരൻ എങ്ങനെയാണ് ടേക്ക് കെയർ ചെയ്യുന്നത് അതുപോലെ നമ്മൾ കുട്ടികളെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ തോട്ട്സ് അല്ല അവരുടെ തോട്ട്സ്. അപ്പം ഈ ഒരു സെഷനിൽ ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ റീക്യാപ്പ് ചെയ്യുന്നു. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം കുട്ടികളുടെ കൂടെ. അവരെ ലിസൺ ചെയ്യണം, വാലിഡേറ്റ് ചെയ്യണം, അതുപോലെ തന്നെ എൻകറേജ് ചെയ്യുക. ബി എ റോൾ മോഡൽ ആവുക. നർച്ചർ ഇൻഡിവിജ്വാലിറ്റി, അവരെ കമ്പയർ ചെയ്യുന്നതും അവരുടെ ഒരു യുണീക്ക് സെൽഫിനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. പിന്നെ കൺസിസ്റ്റൻസി, ട്രസ്റ്റ്, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. So now you can add on your opinions. Thank you so much. ഹലോ, ഗുഡ് മോർണിംഗ്. Good morning, sir. ആരും പറയാത്തത് കൊണ്ട് ഞാൻ തന്നെ തുടങ്ങും.
ഞാൻ വെയിറ്റ് ചെയ്താണ് ആരെങ്കിലും പറയായിരിക്കും. താങ്ക് യു. ഏതായാലും ഞാനേ നല്ലൊരു നിസാവ് ആ സാർ ഓപ്പൺ ചെയ്തിട്ട് പറയാൻ പോയതാണ്. ഇതിനുള്ള ഞാൻ പേഴ്സണലായിട്ട് തരാം, ഇപ്പം ഉണ്ടല്ല. ഓക്കെ, അപ്പോ നമുക്ക് ഒരു സെഷനിലേക്ക് വരാം. ഏതായാലും നല്ലൊരു സെഷൻ ആയിരുന്നു. മാമിന് എന്തോ ഒരു ചെറിയൊരു ബ്രീത്തിങ്ങിന്റെ ഒരു പ്രയാസം ഉണ്ടെന്ന് തോന്നി, എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ചെറിയൊരു കംഫർട്ട് സോൺ അല്ല എന്നുള്ളത്. ഞാൻ ഇടയ്ക്കൊക്കെ പറയും ഒരു 2 മിനിറ്റ് റെസ്റ്റ് എടുത്തോളി എന്ന് പറയാന്ന് ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു. പിന്നെ ആ പറയുന്നതിന് ഓക്കെ. ഇടയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഡിഫിക്കൽട്ടി വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ അത് അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഏതായാലും പറയേണ്ടത് നല്ലൊരു കൗൺസിലർ ആണ് എന്ന് എനിക്ക് തോന്നി. കാരണം ആ കുട്ടികളോട് സംസാരിക്കേണ്ട നല്ലൊരു ആ ഒരു മെത്തേഡ്, കാരണം നമ്മളൊക്കെ ഉപയോഗിക്കുന്ന പല മെത്തേഡ് അതേ മാം അതേപോലെ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ള. ഒരു കുട്ടി വന്നു താങ്ക് യു കഴിഞ്ഞാൽ ആ സർ. കുട്ടിയോട് ഏത് രീതിയിൽ സംസാരിക്കണം എന്നുള്ളത് നമുക്കൊരു പഠിപ്പിച്ചു തന്നു. പിന്നെ അതേപോലെ നമുക്ക് ഈ ഒരു ടീനേജ് യുഗം എന്ന് പറയുന്നത് തന്നെ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണ്. നമ്മുടെ കുട്ടികളെ നമുക്ക് മനസ്സിലാക്കാനും അല്ലെങ്കിൽ അവർക്ക് നമ്മൾ എന്ത് കൊടുക്കുന്ന ഒരു അഡ്വൈസിന് അപ്പുറം നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനുള്ള ഒരു സമയം കൂടിയാണ്. ഏതായാലും അത് ഒരുപാട് പോയിന്റ് കൂടി ആയിട്ട് മാം പറഞ്ഞു. പക്ഷെ നമുക്ക് ഇന്നത് പ്രധാനമായിട്ട് എനിക്ക് കുറച്ച് എടുത്ത് പറയാനുള്ളത് ആക്റ്റീവ് ലിസണിങ് തന്നെയാണ്. ഞാൻ പറഞ്ഞ ആദ്യത്തെ ഒരു പോയിന്റ്, കുട്ടികളെ ഇന്ററപ്റ്റ് ചെയ്യാതെ കേൾക്കുക എന്നുള്ളത്. അത് നല്ലൊരു പോയിന്റ് തന്നെയാണ്. പിന്നെ എമ്പതി, അവന്റെ വികാരങ്ങളെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുക എന്നുള്ളത്. പിന്നെ അതിന്റെ കൂടെ തന്നെ ബൗണ്ടറീസ് പ്ലസ് ഫ്രീഡം ബാലൻസ്. നമ്മൾ ഒരുപാട് റൂൾസുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതിന് പകരം അവനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അലോയ് ചെയ്ത് വളരാൻ ശ്രമിക്കുക. നമ്മുടെ എപ്പോഴും ഒരു കൈ അവന്റെ ശരീരം അല്ലെ നമ്മൾ ബാലൻസ് പിടിച്ചു നിർക്കണം, നമ്മൾ പിടിച്ചു വിട്ടുകൂടരുത്. പക്ഷേങ്കിൽ നമുക്ക് ആ ഒരു രീതിയിലേക്ക് ആ ഒരു ബൗണ്ടറീസും ആ ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ കുട്ടി ചിലപ്പോൾ നമ്മൾ മാം പറഞ്ഞു ഒരുപാട് കേസുകൾ പറഞ്ഞു, അതിലെ ഉദാഹരണങ്ങൾ പറഞ്ഞു. അപ്പൊ ആ ഒരു രീതിക്ക് നമുക്ക് ആ കുട്ടിയെ നമ്മുടെ കുട്ടിയെ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. കുട്ടിയുടെ എഫേർട്ട് അല്ലെങ്കിൽ ആ ഇമ്പ്രൂവ്മെന്റ് നോട്ടീസ് ചെയ്തിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോവാം. ഒരു കുട്ടിക്ക് നമ്മുടെ അഭിസാറ് തുടക്കത്തിൽ പറഞ്ഞ മാതിരി കുട്ടിക്ക് എന്താണ് തെറ്റ് ചെയ്തിട്ടുള്ളതെങ്കിൽ അവിടെ നമ്മൾ നെഗറ്റീവായിട്ട് റീഎൻഫോഴ്സ്മെന്റ് കൊടുക്കുക തന്നെ വേണം. ആ കുട്ടിക്ക് മനസ്സിലാക്കണം ഞാൻ എന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്, എനിക്ക് പാരന്റ് എന്ത് ശിക്ഷയാണ്, ടീച്ചേഴ്സ് എന്തിനാണ് എന്നെ പറഞ്ഞിട്ടുള്ളത്. കുട്ടിക്ക് ഉണ്ടാവുന്ന വികാരം ഇമോഷൻ വെച്ചപ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എങ്കിൽ പോലും ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കണം. ആ മനസ്സിലാക്കുമ്പോഴാണ് കുട്ടി യഥാർത്ഥത്തിൽ സേഫ് ആയിട്ടുള്ള ഒരു എൻവിറോൺമെന്റിലൂടെ കുട്ടി അവിടെ പോവുക. ഇതേ സിറ്റുവേഷൻ കുട്ടിക്ക് മറ്റാരെ ഭാഗത്ത് നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളടുത്ത് വന്ന് ഓപ്പൺ ഡിസ്കഷൻ ചെയ്യും, കമ്മ്യൂണിക്കേഷൻ ചെയ്യും, ഷെയർ ചെയ്യും. അപ്പോ ഇതുമായിട്ട് ഒരുപാട് സെഷൻ എല്ലാവരും നല്ല രീതിയിൽ വിശദീകരിച്ച് തന്നെ മാം പറഞ്ഞു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സെഷൻ ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച് മാം. നല്ല സെഷൻ ആയിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. റോൾ മോഡൽ ആയിരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അത് ടീനേജ് തൊട്ടല്ല, നമ്മുടെ ചെറുപ്പത്തിൽ തൊട്ടേ തന്നെ നമ്മളത് തുടങ്ങേണ്ടതാണ്. ബിക്കോസ് ദെയർ ഐസ് ആർ ഓൾവേസ് ഫോളോയിങ് എസ്. അപ്പം നമ്മളറിയാതെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും അവർ ഒബ്സർവ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. സോ ഈ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ആ റോൾ മോഡലിങ്ങിനകത്താണ് വരുന്നത്. അപ്പൊ അന്നേരം ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് ടു ബി ഗുഡ് റോൾ മോഡൽസ്. പിന്നെ എപ്പോഴും സ്റ്റേയിങ് കണക്റ്റഡ് എന്ന് പറഞ്ഞു. അപ്പൊ അത് വെരി ഗുഡ്. അത് കൂടാതെ അപ്രോച്ചബിൾ ആയിരിക്കണം. നമ്മൾ ഏത് സമയത്തും അവർക്ക് നമ്മളൊരു സേഫ് സ്പേസ് ആണ്. ദേ ക്യാൻ ഓൾവേസ് കം ബാക്ക് ടു അസ് എന്നുള്ളത്. ഏത് കാര്യവും പേരൻസിന്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ അത് അവർ കേൾക്കും. അവരുടെ ഇമോഷൻസ് വാലിഡേറ്റ് ചെയ്യണമെന്നുള്ളത് പറഞ്ഞു. അപ്പൊ അങ്ങനെ കുട്ടികളെ നമ്മള് ടീനേജ് വരെ നോക്കിയിരിക്കാതെ നമ്മള് ഇച്ചിരൂടെ യങ്ങർ ഏജിൽ തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ തുടങ്ങി അങ്ങനെ അവർക്ക് നമ്മളൊരു സേഫ് സ്പേസ് ആണെന്നുള്ളതും നമ്മളുമായിട്ട് നല്ലൊരു കണക്ഷൻ, അവർക്ക് റെസ്പെക്ട് കൊടുത്തുകൊണ്ടും അവരുടെ ഇമോഷൻസ് വാലിഡേറ്റ് ചെയ്തുകൊണ്ടും ഒക്കെ നമ്മള് ആ ഒരു രീതിയിലുള്ള പേരന്റിങ് ഉപയോഗിക്കുകയാണെങ്കിൽ ടീനേജ് ആയി കഴിയുമ്പോഴും അവർ നമ്മളുടെ അടുത്ത് തന്നെ വരും. ഏത് പ്രശ്നം ഉണ്ടെങ്കിലും they'll feel comfortable coming to you rather than going and searching someplace else for their finding answers to their questions. അപ്പം പൊതുവെ പറ്റുന്നത് എന്നാന്ന് വെച്ചാൽ പല കേസിലും പറ്റുന്നത് ടീനേജർ ആയി കഴിയുമ്പോൾ നമ്മൾ കുറെ അങ്ങോട്ട് സ്ട്രിക്റ്റ് ആകാൻ തുടങ്ങും. അയ്യോ അത് ഓൾറെഡി ഇവിടെ സ്ട്രെസ്സാണ്, കൂട്ടുകാരുടെ കൂടെ കൂടി അങ്ങനെയാവും ഇങ്ങനെയാവും. പക്ഷെ നമ്മള് നല്ലൊരു റോൾ മോഡലിംഗ് കൂടി നമ്മൾ നേരത്തെ തന്നെ ആ ഒരു അപ്രോച്ച് തുടങ്ങിയാൽ പിന്നെ അങ്ങനെ പിള്ളേർക്ക് മറ്റ് പുറത്തോട്ട് പോകേണ്ടിയ അല്ലെങ്കിൽ പുറത്തുനിന്ന് അവർക്ക് കൂടുതൽ സപ്പോർട്ട് എടുക്കേണ്ട ഒരു ആവശ്യം വരാതെ നമ്മുടെ അടുത്ത് തന്നെ അവർക്ക് ഒരു കംഫർട്ടബിൾ സ്പേസും ദേ ഫീൽ
ഗുഡ് അബൌട്ട് കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് അസ്. അവർക്ക് റെസ്പെക്ട് കൊടുക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അതെല്ലാം മാം കവർ ചെയ്തു. സോ വെരി ഗുഡ് സെഷൻ. താങ്ക് യു വെരി മച്ച്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു മാം. മാം ഗുഡ് മോർണിംഗ്. വളരെ നല്ല സെഷൻ ആയിരുന്നു. നല്ല രീതിയിൽ തന്നെ മാം പ്രസന്റ് ചെയ്തു. കുട്ടികളുടെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, നമ്മള് പണിഷ്മെന്റ് വിഷയം തന്നെ പറഞ്ഞുതരാം. പണിഷ്മെന്റ് നമ്മള് കൊടുക്കുന്ന സമയത്ത് ഈ അടി കൊടുക്കുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല കേട്ടോ. കുട്ടികളെ നമ്മളെ എങ്ങനെ അടിച്ചാലും അവർക്ക് ആ ഒരു പേടി മാറുകയുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. പിന്നീട് അവര് ഇത് ചെയ്താൽ ഇത്രയല്ലേ കിട്ടുള്ളൂ എന്നുള്ളൊരു ഇത് കിട്ടും. നമ്മ അടിക്കടിക്കെന്ന് പറഞ്ഞാൽ പോലും അടിക്കാതിരിക്കുക മാക്സിമം. പിന്നെ പണിഷ്മെന്റ് ഞാൻ വീട്ടിൽ കൊടുക്കുന്ന പണിഷ്മെന്റ് അവരെ കൊണ്ട് അവരുടെ പാത്രം അവരെന്നെ കഴുകണം ശരിക്കും. എന്നാലും അവരെന്തെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ പണിഷ്മെന്റ് ആയിട്ട് എല്ലാവരും പാത്രം കഴിക്കുക. അങ്ങനത്തെ ചെറിയ ചെറിയ പണിഷ്മെന്റുകള്. പിന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കുക, അങ്ങനത്തെ കുറച്ച് പണിഷ്മെന്റുകളൊക്കെ നല്ല രീതിയിലുള്ള പണിഷ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവര് മനസ്സിലാവും. കുട്ടികളെ കളിക്കാനായിട്ട് വന്നിരിക്കുന്ന സമയത്ത് ഇവര് ഇങ്ങനെ ചെടിക്ക് വെള്ളം ഒഴിച്ചാലേ അവർക്ക് കളിക്കാൻ പോകാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള പണിഷ്മെന്റുകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ നല്ല രീതിയിലുള്ള പണിഷ്മെന്റ് ഒക്കെ കൊടുക്കാം. അപ്പൊ കുറച്ചും കൂടെ എന്റർടൈനിങ് ആയിരിക്കും അവരുടെ ലൈഫ്. അടിപൊളിയായിരിക്കും. എന്തായാലും നല്ല അടിപൊളിയായിട്ട് മാം കവർ ചെയ്ത് എല്ലാ വിഷയവും മാം കൃത്യമായിട്ട് തന്നെ പറഞ്ഞു. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. പിന്നെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാണ്ട്, നിസാർ സാർ പറഞ്ഞ പോലെ ആക്റ്റീവ് ലിസണിങ് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുന്ന വഴിക്ക് മാം പറഞ്ഞത് കറക്റ്റ് ആണ്. ഈ നമ്മളെ അമ്മമാര് സ്കൂൾ വിട്ട് വരുന്ന സമയം നോക്കിയിട്ടായിരിക്കും ചാടി എഴുന്നേറ്റിട്ട് അവർക്കുള്ള കാര്യങ്ങള് ഇനി അവർ വരുമ്പോൾ അവർക്ക് കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക. സ്നാക്സ് ആയാലും അതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഈ കുട്ടികൾ വന്ന് പറയുന്ന സമയം അമ്മ എന്തെങ്കിലും ഉണ്ടാക്കുന്ന സമയത്തായിരിക്കും കുട്ടികൾ പറയുന്നത് കേൾക്കുന്നത്. സ്വാഭാവികമായിട്ട് അങ്ങനെ പ്രവർത്തിക്കാതെ കുട്ടികൾ വന്ന് പറയുന്നത് അവര് കൃത്യമായിട്ട് അവരെ മുന്നിൽ നിന്ന് അവരെ കണ്ണുകളിലേക്ക് നോക്കി നിന്ന് വാച്ച് ചെയ്ത് കേൾക്കണം എന്നുള്ളതാണ്. എന്നാലേ അവിടെ കറക്റ്റ് ആക്റ്റീവ് ലിസണിങ് ആവുള്ളൂ. അവരെ കമ്മ്യൂണിക്കേഷനും കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ അവരെ കറക്റ്റ് അതിനായിട്ട് നമ്മൾ സമയം കൊടുത്തിരുന്ന് കേൾക്കണം കുട്ടികൾ. എന്നിട്ട് നല്ല വരുമ്പോ തന്നെ ഒന്ന് ഈ പറഞ്ഞ പോലെ ഒന്ന് ഹഗ്ഗൊക്കെ ചെയ്തിട്ട് അകത്തേക്ക് കയറ്റി കൊണ്ടുവന്ന് എന്നിട്ട് അവരെ കേൾക്കാണ്ടിരിക്കുമ്പോ കുറച്ചും കൂടെ ആ റോൾ മോഡൽ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് വരും. താങ്ക് യു. താങ്ക് യു മാം. വളരെ നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു സർ. താങ്ക് യു. പിന്നെ ഇവിടെ നമ്മൾ മാം പറഞ്ഞിട്ടുള്ള ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ നമ്മൾ മാം ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, നമ്മുടെ എന്റെ കുടുംബത്തിൽ ഇങ്ങനെയൊന്നും ആരില്ല, ഇവ മാത്രം ഇങ്ങനെ ആയിപ്പോയിട്ടുള്ളൂ. അപ്പോ എനിക്ക് എന്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എന്റെ ഉമ്മ SSLC പ്രോഗ്രസ്സിൽ സൈൻ ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഉമ്മനോട് സാറ് പറഞ്ഞു, ഇതുപോലെ കുടുംബത്തിൽ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു. അതായത് 600 മാർക്കിൽ എനിക്ക് കിട്ടിയത് വെറും 112 ആ ഒരു ഓണപരീക്ഷയ്ക്ക്. അപ്പൊ ഉമ്മ പറഞ്ഞു, ഇതേപോലുള്ള ഒന്നേ ഉള്ളൂ, ഈ ബാക്കിയുള്ളൊക്കെ ഞാൻ വേറെ സ്കൂളിൽ ചേർത്തിട്ടുണ്ട്. അപ്പൊ ഇതേപോലെയൊക്കെ നമ്മുടെ ലൈഫിൽ കുറെ ഉണ്ടാവും. കാരണം ഈ ഒരു പഴയ എക്സ്പീരിയൻസ്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഇതേ ഡയലോഗ് അടിച്ചു കഴിഞ്ഞാല് കുട്ടികൾ ഒന്നിച്ച് ബാക്കിയുള്ള നമുക്ക് സ്പോട്ട് തരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, ഏതായാലും വളരെ നന്നായിരുന്നു. ആ കമ്പാരിസൺ എന്ന് പറയും, മറ്റുള്ള കുട്ടികൾക്ക് മുമ്പിൽ നമ്മൾ ആ ഒരു കമ്പാരിസൺ ഒക്കെ ഒന്ന് ഒഴിവാക്കുക. മറ്റുള്ള കുട്ടികൾ എങ്ങനെ പഠിക്കുന്നു, അല്ല അയൽവാസി കുട്ടികൾ എങ്ങനെ പഠിക്കുന്നു, അല്ല നമ്മളെ വീട്ടിലെ പിയർ ഗ്രൂപ്പാണ്, സിബ്ലിംഗ് ഗ്രൂപ്പ് ആണെങ്കിൽ അവരെ ഏതൊക്കെ രീതിയിൽ പോകുന്നുള്ള നോക്കാതെ തന്റെ കുട്ടിക്ക് ഇപ്പൊ നിലവിലുള്ള ഇവൻ എന്ത് ക്വാളിറ്റി ഉണ്ട് അതനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ മാം. നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരന്റ്സ് നമ്മളെ ചീത്ത പറയുമ്പോ നമ്മളൊന്നും പറയൊന്നുമില്ല പണ്ടത്തോര്. പക്ഷെ ഇപ്പോഴത്തോര് അങ്ങനെയല്ല. അവർക്ക് അവരുടേതായ നിലപാടുണ്ട്. അതവര് വീട്ടിൽ തുറന്ന് പറയന്നെ ചെയ്യും നമ്മളുടെ മുഖത്ത് നോക്കിയിട്ട്. അങ്ങനെയാണ്. താങ്ക് യു സജ്ന മാം. താങ്ക് യു. വാക്കിനിടയ്ക്കാണ് എനിക്ക് ചിലപ്പോ ചില വേർഡ്സും ചില ചില കണ്ടന്റും ഒക്കെ മിസ്സായിട്ടുണ്ട്. എങ്കിലും നല്ല ക്ലാസ് ആയിരുന്നു. സബ്ജക്റ്റ് കുറെ തന്നെ കവർ ചെയ്യാൻ പറ്റി. പിന്നെ പണിഷ്മെന്റ് ഒക്കെ എന്ന് പറയുന്നത് ഒരു ഭാഗമാണ്. പണിഷ്മെന്റ് പറയുമ്പോൾ
അത് കുട്ടിയുടെ നേച്ചറും പാരന്റ് നേച്ചറും കൂടെ എന്ത് ചെയ്യണം, സമരസപ്പെട്ടിട്ട് വരുന്ന ഒരു തരം പണിഷ്മെന്റ് മെത്തേഡാണ് ഓരോരുത്തരും സ്വീകരിക്കേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇൻഡിജിനസ് ആയിരിക്കും. ഒരു പാരന്റ് ജെന്യൂൻ ആണ്, അതുപോലെ തന്നെ അടുത്ത പാരന്റ് ജെന്യൂൻ ആണ്. കോമൺ ആയി പറയുന്നതിനേക്കാൾ അത് ഇൻഡിജിനസ് ആയിട്ടല്ല, ഇപ്പോൾ ജെന്യൂൻ ആയിട്ട് ഓരോ പാരന്റും ശിക്ഷാ മെത്തേഡുകൾ സ്വീകരിക്കണം. ശിക്ഷാ മെത്തേഡുകൾ ഈ പണിഷ്മെന്റിന്റെ ഒരു ഫിസിക്കൽ അസാൾട്ട് മാത്രമല്ല, ഒരു അടി കൊടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഒന്ന് ചെവി നോക്കിക്കുകയാണെങ്കിലോ എങ്ങനെയാണോ എന്നുള്ളതല്ല. കുട്ടിക്ക് വേദനിക്കുക എന്നിടത്ത് മാത്രമാണ് കാര്യം. വേദനിച്ചു കഴിഞ്ഞാൽ ഇത് തെറ്റാണ് എന്ന് കുട്ടി മനസ്സിലാക്കുക. അതിനുള്ള മെത്തേഡ് ഏതാണെന്ന് ഓരോ പാരന്റും സ്വന്തമായിട്ട് തീരുമാനിക്കണം എന്നുള്ളത് ആണ് എൻ്റെ അറിവ്. അതാണ് നല്ലത് എന്ന് തോന്നുന്നു. അതുപോലെ തന്നെയാണ് പണിഷ്മെന്റിനെ പോലെ തന്നെയാണ് കുട്ടിയെ വരുതിക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു മെത്തേഡാണ് റിവാർഡിങ് എന്ന് പറയുന്നത്. ആ റിവാർഡ് അല്ലെങ്കിൽ ഗിഫ്റ്റിംഗ് എന്ന് പറയുന്നതിനെ സംബന്ധിച്ചത് അതായത് മാഡത്തിന്റെ ക്ലാസ് വളരെ ഇതായി, എനിക്കത് ഒത്തിരി മിസ്സിംഗ് ഉണ്ടായി. ഞാനത് സർ റെക്കോർഡ് കേട്ടോളാം. താങ്ക് യു. കമാലി വെയിറ്റ് ചെയ്യും. മാം വളരെ നല്ല സെഷനായിരുന്നു കേട്ടോ. കുട്ടികളോട് ഈ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ മക്കളൊക്കെ ആയിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് നടത്തുന്നത്. അപ്പോൾ അവരുടെ വ്യക്തമായിട്ട് അവരുടെ അഭിപ്രായം നമുക്ക് അറിയാൻ സാധിക്കും. അപ്പം അത് വളരെ നല്ലൊരു കാര്യമാണ്. താങ്ക് യു മാം, വളരെ നല്ല സെഷനായിരുന്നു. ഗുഡ് മോർണിംഗ് മാം. താങ്ക് യു മാം. താങ്ക് യു. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. വളരെ നല്ലൊരു സെക്ഷനായിരുന്നു. അപ്പം നമ്മൾ ഓരോ കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളിൽ വീട്ടിൽ ചെയ്യുമ്പം നമ്മൾ കുട്ടികളോടൊക്കെ ഇപ്പോൾ ഒരു അഭിപ്രായമൊക്കെ ചോദിക്കാറുണ്ട്. അവരും നമ്മുടെ ഫാമിലിയിലെ ഒരു പാർട്ടാണ്. അപ്പൊ അവരെയും നമ്മളുടെ ഫാമിലിയിൽ ഇൻവോൾവ് ചെയ്ത്, എന്താന്ന് വെച്ചാൽ എല്ലാവരും വളരെ ഫാസ്റ്റായിട്ട് പോകുന്നതുകൊണ്ട് കുട്ടികളോടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ്. അപ്പൊ ഞാനും ടീച്ചറാണ്. അപ്പൊ ഞാൻ കാണുന്നത് കുട്ടികൾക്ക് ആരോടും സംസാരിക്കാൻ ഇല്ല. വീട്ടിൽ അവർ ചെന്ന് കഴിഞ്ഞാലും അമ്മയായാലും അച്ഛനായാലും എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ്. ഈ കുട്ടികളാണ് ആദ്യം ചെല്ലുന്നത്. അപ്പൊ അവരുടെ ഈ ഇമോഷൻസ് ഒന്നും അവർക്ക് ഷെയർ ചെയ്യാൻ ആരും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഒന്നുകൂടൊന്ന് റീതിങ്ക് ചെയ്യാനും നമ്മുടെ മൈൻഡിലൊക്കെ ഉള്ള കാര്യങ്ങളായാലും ഒന്നുകൂടൊന്ന് ഒന്നുകൂടൊന്ന് പിന്നെ ഇരിക്കാനും ഒന്ന് തിങ്ക് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു അവസരം കിട്ടി. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. മാം, ഇതില് നമ്മൾ പാരന്റ്സ് ചെയ്യേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. അതായത് ഈ കുട്ടികൾ ഈ ടീനേജ് ടൈമിൽ വരുന്ന കുട്ടികളുടെ ദേഷ്യം, ഇത് പാരന്റ്സ് മസ്റ്റ് മനസ്സിലാക്കിയത്. നമ്മൾ ഏതൊക്കെ ടൈമിൽ എങ്ങനെ അവരോട് സംസാരിക്കണം, ആ അപ്രോച്ച് പാരന്റ്സ് എപ്പോഴും മസ്റ്റ് അത് വാച്ച് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം ഭയങ്കര ദേഷ്യമാണ് ഈ കുട്ടികൾക്ക്. നമ്മൾ എന്തു പറഞ്ഞാലും പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. ഇല്ല, എനിക്കത് പറ്റില്ല. നമ്മളിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ പോലും അവിടെ അവർ ദേഷ്യം പ്രകടിപ്പിക്കുന്ന ഒരു ടൈം ഇപ്പോഴാണ്. അപ്പം അതും കൂടെ പാരന്റ്സ് വാച്ച് ചെയ്യണം. പിന്നെ വരുന്നത് ഈ കുട്ടികളുടെ കൂടെ കുറച്ചു നേരം നമ്മൾ സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. കുറച്ച് ടൈം അവർക്ക് വേണ്ടി അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, ഇരുന്ന് കേൾക്കുക. അവർക്ക് നമ്മളെ ഇന്നെങ്ങനെ ഉണ്ടാവും. ഇപ്പൊ മാം പറഞ്ഞില്ലേ, വീട്ടിൽ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് പാരന്റ്സ് ചോദിക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ ലിസൺ ചെയ്യാന്ന്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ടൈം കണ്ടെത്തുക. അപ്പോൾ ആ ടൈമിലൂടെ നമുക്കൊരു ഇന്ററാക്ഷൻ ആകാം. നമ്മൾ കുറച്ചു നേരം അവരുമായിട്ട് അവരുടെ കാര്യങ്ങൾ ഫുള്ള് നമ്മൾ കേട്ട് മനസ്സിലാക്കുന്നത്, അവരുടെ കൂടെ കളിക്കുന്നത്, ഇതൊക്കെ അവർക്ക് കുട്ടികൾക്കൊരു പോസിറ്റീവ്നെസ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പൊ കുട്ടികൾ കൂടുതൽ നമ്മളുമായിട്ട് അടുക്കും. അപ്പൊ ഇതും കൂടെ പാരന്റ്സ് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. ഓക്കെ, എന്തായാലും മാമിന്റെ ക്ലാസ് അടിപൊളിയായിരുന്നു കേട്ടോ. ശരിയാണ് ശരിയാണ്. താങ്ക് യു. താങ്ക് യു. ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് സർ. ഓക്കെ, ഈ ക്ലാസ് നല്ലൊരു ക്ലാസ് ആയിരുന്നു. എനിക്ക് ഒരു കാര്യം, ഇന്നത്തെ നമ്മൾ പഴയൊരു തലമുറ പോലല്ല. ഇന്നത്തെ തലമുറ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പൊ ഇവിടെ തന്നെ സജ്നമ്മ മണ പറഞ്ഞു, അവർ ചോദിച്ച് വാങ്ങാൻ മിടുക്കരാണ്. എല്ലാ കാര്യങ്ങളും
മനസ്സിലാക്കി നമ്മളെക്കാട്ടിൽ അറിവുണ്ട്. ഇന്നത്തെ ഒരു കാഴ്ച പേരൻസ് ഒക്കെ പണ്ടൊക്കെ കുട്ടികൾ പേരൻസിനെ പേടിച്ചുകൊണ്ടാണ് ജീവിച്ചിരുന്നത്. പേരൻസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്. ഇന്ന് കുട്ടികളാണ് പല പേരൻസിനെയും കൺട്രോൾ ചെയ്തു പോകുന്നത്. പിന്നെ നമ്മൾ ഇപ്പം മാം പറഞ്ഞ പോലെ ലിസൺ ചെയ്യണം. ലിസൺ ചെയ്യുകയും അവരെ മനസ്സിലാക്കി അവരെ ട്രസ്റ്റ് ചെയ്യുകയും ചെയ്യണം. ഞാൻ ഇപ്പൊ കാണുന്നത് പല ഈ കൗൺസിലിംഗിൽ ഇരിക്കാൻ നേരത്ത് ചൈൽഡ് അബ്യൂസ് ഒക്കെ കുറേ നടന്ന കുട്ടികളെയൊക്കെ നമ്മൾ കാണാൻ സാധിക്കും. ഇപ്പൊ ഇവര് എന്തുകൊണ്ടാണ്, കാരണം ചെറുപ്പത്തിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു ചെറിയൊരു ഇൻസിഡന്റ് വന്ന് പേരൻസിനോട് പറയുമ്പോൾ മേ ബി അത് ഫാമിലിയിൽ നിന്നായിരിക്കാം, പക്ഷെ പേരൻസ് അത് വിശ്വസിക്കാതെ ആ കുട്ടികളുടെ ജീവിതം തന്നെ തകർന്നു പോകുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് അത് പറയുന്നത് സ്കൂളിൽ നിന്നായാലും ഏത് കാര്യങ്ങൾ വന്ന് പറയുമ്പോഴും അത് വ്യക്തമായി ചുമ്മാ തള്ളിക്കളയാതെ ചെറിയൊരു പോയിന്റ് വളരെയേറെ ശ്രദ്ധിക്കുക. അതനുസരിച്ച് നമ്മൾ ആ വീക്ഷണം ഒബ്സർവേഷൻ ഉണ്ടാവണം. ഇല്ല, ഞാൻ പറയാൻ കാരണം പല കുട്ടികളും വന്ന് പേരൻസിനോട് പല കാര്യം, കാരണം അവർക്കറിയില്ല. ഒരു കുട്ടിയായിരിക്കുമ്പോൾ അവര് മറ്റുള്ളവർ എങ്ങനെ ഇടപെടും എന്നറിയാം, പക്ഷെ അവർ പറയുമ്പോൾ ഇതെല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്യുക, അതനുസരിച്ച് വാച്ച് ചെയ്യുക, അതനുസരിച്ച് അവരെ അതിൽ നിന്ന് മാറ്റി നിർത്തുകയും ശരിയായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ഒരു പേരൻസിന് വളരെയേറെ ഉത്തരവാദിത്വമാണ്. പല ഇൻസിഡൻസും ഞാൻ കേൾക്കുന്നത് ഫാമിലിയിൽ നിന്നുണ്ടായത് അവർ കുട്ടികളെ ട്രസ്റ്റ് ചെയ്യത്തില്ല. ഓ നീ ചുമ്മാ പറയുന്നേ, അങ്ങനൊന്നും ഇല്ല, അവരങ്ങനൊന്നും ചെയ്യത്തില്ല എന്നൊക്കെയാണ്. അപ്പൊ ലിസൺ ചെയ്യുക മാത്രമല്ല, അതനുസരിച്ചുള്ള ആക്ഷൻ കൂടി നമ്മൾ എടുക്കേണ്ട അത്യാവശ്യമാണ്. താങ്ക് യു മാം. താങ്ക് യു സർ. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ? ഫീഡ്ബാക്ക്. താങ്ക് യു. ഇനി ആർക്കും പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ? അതെ, താങ്ക് യു. എന്തായാലും സന്തോഷം. നല്ല പ്രസന്റേഷൻ ആയിരുന്നു, വളരെ കാമായിട്ട്. താങ്ക് യു മാം. താങ്ക് യു എവ്രി വൺ, എന്നെ കേട്ടിരുന്നതിന് താങ്ക്സ് എ ലോട്ട്. താങ്ക് യു വിംബിൾ അക്കാഡമി ഫോർ ഗിവിംഗ് മീ എ ചാൻസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. Thank you ma'am, and have a good day every one of you. താങ്ക് യു ഓൾ. ഞാൻ ലേറ്റ് ആയിട്ടാ കയറിയത് ഇന്ന്. അപ്പൊ എനിക്ക് ഒന്നും മുഴുവനായി കേൾക്കാൻ പറ്റിയില്ല, ഫീഡ്ബാക്കേ കേട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊന്നും പറയാൻ. എന്തായാലും നല്ല ഒരു ടോപ്പിക്കാണ് മാം. അത് നന്നായി അവതരിപ്പിച്ചു എന്ന് എനിക്ക് പിന്നീടുള്ള റിവ്യൂസ് എല്ലാവരും പറയുന്ന കേട്ടപ്പോൾ മനസ്സിലായി. കുട്ടികളുമായി ബന്ധപ്പെട്ട മേഖലയാണ്. ലാസ്റ്റ് സാർ പറഞ്ഞതുപോലെ ഞാൻ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ മെമ്പർ ആയിരുന്നുകൊണ്ട് തന്നെ ഒരുപാട് കേസുകൾ കുട്ടികൾ അബ്യൂസ് ഉണ്ടായിട്ടുള്ള കുട്ടികൾ കാണേണ്ടി വന്നിട്ടുണ്ട്. അപ്പം പലപ്പോഴും അത് ചുരുക്കം നല്ല ചില മാതാപിതാക്കൾ കുട്ടികൾ പറയുന്നത് കേൾക്കുമെങ്കിലും കൂടുതലും സ്വന്തം വീട്ടിൽ നിന്നാണെങ്കിൽ എല്ലാവരും അത് മറച്ചു വെക്കാനും, കുട്ടി പറഞ്ഞു പോയെങ്കിൽ സ്കൂൾ കൗൺസിലറോട് എങ്ങാനും പറഞ്ഞ് അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ആ കുട്ടിയെ അതൊന്ന് മാറ്റി പറയിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങളാണ് നടക്കുക. അപ്പൊ നമ്മൾ ആ രീതിയിൽ ഈ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികള്, ഇതുപോലെ അബ്യൂസ്ഡ് ആയിട്ടുള്ള കുട്ടികള്, അവരോടുള്ള പെരുമാറ്റത്തിൽ കുറേയൊക്കെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോർമൽ കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് അങ്ങനെയൊക്കെ അവരെ വരുമ്പോ അങ്ങനെ ചോദിച്ചുമൊക്കെ ചെയ്യാമെങ്കിലും ഇവരുടെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് അവരെ മനസ്സിലാക്കി അവർക്ക് ലഹരി എന്തെങ്കിലും ഉണ്ടോയെന്ന് നമ്മൾ കണ്ടെത്തണം. അവരുടെ കണ്ണുകൾ നോക്കിയിട്ടും കുട്ടികളോട് വരുമ്പോൾ സംസാരിക്കാനും അതുപോലെ അവർക്കൊരു നമ്മളോട് പറയാനുള്ള ഫ്രീഡം കൊടുത്തിട്ടും കുട്ടികൾ എത്രയായാലും വീട്ടിൽ പറയാൻ അവർക്ക് മടിയാണ്. അവര് ഏതെങ്കിലും വഴിക്ക് കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ടേ ഇതൊക്കെ പുറത്തെത്തുള്ളൂ. അപ്പോ അതും കൂടെ ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ബാക്കി ഞാൻ റെക്കോർഡ് കേട്ടോളാം. താങ്ക് യു മാം. മാം പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, അങ്ങനെ തന്നെയാണ്. അതിപ്പം ഈ ഒരു കാര്യം അല്ലെങ്കിലും വേറെ കുട്ടികൾ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന സമയത്ത്
ഇതൊന്നും വീട്ടിൽ പറയരുത്. കാരണം കുട്ടിയെ നമ്മൾ കൗൺസിലിങ്ങിന് വിളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുട്ടി നമ്മളെ അടുത്ത് വരുന്ന സമയത്ത് നമുക്ക് പാരന്റിന്റെ അടുത്തായിരിക്കും, അവിടെ ആയിരിക്കും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുക. പാരന്റിനെ കാണണം. പക്ഷെ അത് പറയാൻ പോലും കുട്ടിക്ക് പേടിയാ. കാരണം അത് പോയി പറഞ്ഞ ഇതൊക്കെ പോയി സ്കൂളിൽ പോയി പറഞ്ഞോ, അവിടെ എന്തിനാ നീ അവിടെ ഒരു കൗൺസിലിങ്ങിന് എന്തിനു പോയി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാറുണ്ടെന്ന്. കുട്ടികൾക്ക് പേടിയാ. ഇവിടെ പറഞ്ഞ കാര്യം അയ്യോ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയരുത്, അമ്മയുടെ അടുത്ത് പറയരുത് എന്നാണ് കുട്ടി വന്ന് പറയുന്നത് പോലും. അപ്പൊ നമുക്ക് ഒരു ഇതില്ല. കാരണം പാരന്റിനോട് ചോദിച്ചാൽ മാത്രമേ നമുക്ക് കൂടുതൽ, കാരണം ഈ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നായിരിക്കും വന്നിട്ടുണ്ടാവുക. ഞാൻ ഇപ്പൊ മാം പറഞ്ഞ കാര്യത്തിന് അല്ലാതെ വേറെ ഇപ്പം സിബ്ലിംഗ് റൈവൽറി ഒക്കെ പറഞ്ഞ കമ്പാരിസൺ, ഈ ഒരു കാര്യങ്ങളൊക്കെ വീട്ടിൽ ചോദിക്കുമ്പോൾ, വീട്ടിലുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് കുട്ടി പറയുന്നത് ഈ രീതിയിലാണ്, എനിക്ക് ഭയങ്കര കമ്പാരിസൺ ആണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതുപോലും വീട്ടിൽ പോയി പറയാൻ പാടില്ല. അവിടുന്ന് എനിക്ക് നന്നായിട്ട് വഴക്ക് കേൾക്കും, അല്ലെങ്കിൽ അടി കിട്ടും. ഈ ഒരു കാര്യമാണ് പറയുന്നത്. ഒന്നും ഓപ്പൺ ആയിട്ട് പറയാനുള്ളൊരു ഇത് കൊടുക്കുന്നില്ല. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാലേ? സജ്ന മാം.